ഹായ് ഹലോ നമസ്കാരം മച്ചന്മാരെ വണക്കം. ന്യൂ ഇയറിൻ്റെ തൊട്ടടുത്ത ദിവസം 2-ാം തീയതി നമ്മൾ ജിമ്മിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ജിമ്മിൽ പോയി തുടങ്ങിയതാണെന്ന്. അങ്ങനെയല്ല അല്ലേ? നിങ്ങളിത് പറയുന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു മാസം മുന്നേ വന്നു തുടങ്ങി. അതെ, സാധാരണ ഞങ്ങളൊരു 11 മണിക്ക് വരത്തുള്ളൂ. അപ്പൊ ഇന്ന് ഒരു 11 മണിയാകുമ്പോഴത്തേക്കൊരു ഹോസ്പിറ്റലിൽ പോവേണ്ട ഒരു കാര്യമുള്ളതുകൊണ്ട് നേരത്തെ വന്നു. അപ്പോൾ നമ്മുടെ ജിം എന്ന് പറയുന്നത് അമ്മയുണ്ട്, അതുകൊണ്ട് സീക്കുട്ടി അമ്മയുടെ അടുത്താക്കിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മുടെ ജിം എന്ന് പറയുന്നത് കുമാരപുരത്താണ്. ടോർക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ് നമ്മുടെ ജിമ്മിൻ്റെ പേര്. പുഷും പുള്ളും ഒക്കെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി, എന്നിരുന്നാലും കുഴപ്പമില്ല. വരൂ, കമോൺ. ഈ കാണുന്നതാണ് നമ്മുടെ ജിമ്മിൻ്റെ റിസപ്ഷൻ. ഈ കുട്ടിയാണ് നമ്മുടെ വീഡിയോയിലൊക്കെ അന്ന് അഭിനയിച്ച് എല്ലാവരും ചോദിച്ച ആളത് ഇതാണ്. അപ്പോൾ നമ്മളിത് ഒരു മാസം കൊണ്ട് ജിമ്മിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ജിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കുമാരപുരത്താണ്, ടോർക്ക് ഫിറ്റ്നസ് സ്റ്റുഡിയോ. അതിൽ 2 ഫ്ലോറിലാണ് ജിമ്മുള്ളത്. താഴത്തെ ഫ്ലോറും മുകളിലത്തെ ഫ്ലോറും. നിൽക്കുന്നത് നമ്മുടെ ട്രെയിനറാണ്, പേഴ്സണൽ ട്രെയിനറാണ്. നമ്മളിന്ന് നേരത്തെ വന്നതുകൊണ്ട് പാവപ്പെട്ടവന് വേറെ അപ്പോയിൻമെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മളടുത്ത് കാർഡിയോയും ചെയ്ത് ആപ്സും ചെയ്തിട്ട് വിട്ടോളാൻ പറഞ്ഞു. അതെ, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നമ്മൾ ഈ ജിമ്മൊക്കെ കാണിക്കുന്നതാണപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ജിമ്മിന്റെ പ്രൊമോഷൻ ആണെന്ന്. അല്ല, ഏതായാലും ചേട്ടൻ മടിച്ച് നിന്ന സമയത്ത് ഞാൻ ആദ്യമേ പോയി ത്രെഡ്മില്ലൊക്കെ കയറി ഞാൻ നടത്തൊക്കെ തുടങ്ങി. ഞാൻ പിന്നെ വായി നോക്കി നിൽക്കുമായിരുന്നല്ലോ. അതെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടയ്ക്ക് ഓർത്തപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്ലാങ്ക് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ. പക്ഷേ ഈ പ്ലാങ്ക് അല്ല കേട്ടോ, നമ്മൾ വർക്കൗട്ട് ചെയ്തു. നമ്മളൊരു 1 മണിക്കൂറോളം നമ്മൾ ത്രെഡ്മില്ല് ഓടിയതിന് ശേഷം 40 മിനിറ്റ് ത്രെഡ്മില്ലും ബാക്കി നമ്മൾ അല്ലാണ്ട് ആപ്സിന്റെ വർക്കൗട്ടും ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്ലാങ്കിലോട്ട് കടന്നത്. അതിന്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ആ വീഡിയോ ആണ് ഈ കാണുന്ന വീഡിയോ. ഇത് ആദ്യത്തേല് ലെന 20 സെക്കൻഡിൽ താഴെ വീണു. അതിനെ കുറിച്ചൊന്നും പറയണ്ട. ഞാൻ പിന്നെ അവസാനം തോറ്റു കൊടുത്തു, ഇനി എന്നെ തോപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും അങ്ങനെ പ്ലാങ്ക് കസറത്തും ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി വീട്ടിലോട്ട് പോവുകയാണ്. വണ്ടിയിൽ 1/2 കിലോ പഴം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതും കഴിച്ചാണ് നമ്മൾ. അല്ല, അത് കഴിച്ചോണ്ടാണ് നമ്മൾ ജിമ്മിൽ കയറിയത്. ഇനിയിപ്പോ തിരിച്ചെത്തുന്ന എനിക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷേ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് കൊണ്ട് കഴിക്കുന്നില്ല. ഇന്ന് സംഭവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് 1 by 1 ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജിമ്മിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ ഇടിയപ്പം കഴിക്കുന്നു. ഇടിയപ്പവും ഹലോ സിയ, ഗുഡ് മോർണിംഗ്. സിയ അപ്പോഴങ്ങോട്ട് എഴുന്നേറ്റതേ ഉള്ളൂ. സിയ അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് അങ്ങനെ പല്ലൊക്കെ തെച്ച് സുന്ദരിയായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഇവിടേക്കാണ്, ഹാർമണി വെൽനസ് കോൺസെപ്റ്റ്സ്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഈ ഒരു സ്ഥാപനം കാര്യം. ഡോക്ടർ മഞ്ജുനാഥ് യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയത്. എന്തിനാണെങ്കിലും 2 മണിക്കൂർ നീണ്ട ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു. അത് അവരുടെ നോർമൽ പ്രൊസീജിയറാണ്. അതിൽ അവരുടെ കോൺസെപ്റ്റും പ്രൊസീജിയേഴ്സും ഒക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിച്ച് തന്നു. ഇനിയിപ്പോൾ ഒരു ഫ്യൂച്ചർ ട്രീറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ ആയിരിക്കും അല്ലേ? പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ള പേഷ്യന്റിന്റെ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മോഡിഫിക്കേഷൻ ആണ് നടത്തുന്ന ഒരു സ്ഥലമാണ്. അത് കൊള്ളാം, എന്തായാലും നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. അമ്മയ്ക്ക് അത് യൂസ് ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. അത് ഡോക്ടറുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് കാര്യങ്ങൾ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാലും ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണെന്ന്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ലുലുവിൻ്റെ അടുത്തൂടെ നമ്മൾ വീട്ടിലേക്ക് എത്തി. ചോറും കറികളുമായിട്ടൊക്കെ ഇരുന്ന് കൊച്ചിന് കൊടുക്കുകയാണല്ലേ ചോറ്. ഡയറ്റ് ഫുഡ് കഴിച്ചു അല്ലേ? നമ്മുടെ ഡയറ്റ് ഫുഡ് കാണിക്കാൻ പറ്റിയില്ലല്ലോ അല്ലേ ഞാൻ വീഡിയോയിൽ. ഞാൻ ഡയറ്റ് ഫുഡ് ഇതായിരുന്നു. അതെ. അപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊന്നും നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് നമ്മൾ കുറച്ച് റെഫറൻസുകൾ ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ പരിചയത്തിലുള്ള 1-2 ഫ്ലാറ്റുകൾ കാണാനൊക്കെ നമ്മൾ പോയായിരുന്നു. അതിലൊരു ഫ്ലാറ്റാണ് ഇത്. കാര്യവട്ടത്തുള്ള ലാഡർ എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ്. അത് കൊള്ളാം, ആക്ച്വലി അപ്പാർട്ട്മെൻറ്റ് കൊള്ളാം. നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനിലായിരുന്നു ആ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവിടുത്തെ നമ്മളെ കൊണ്ടുപോയ ആളുടെ ഫ്രണ്ടാണ് അതിൻ്റെ ഓണർ. പുള്ളി നമുക്ക് പുള്ളിയുടെ അപ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ നല്ല രസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു മിനിമം ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. അത് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റെന്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ആ മിററൊക്കെ ഇഷ്ടപ്പെട്ടു. ആ ഒരു സൈഡിൽ മിററിൻ്റെ ആ ഒരു ഇതൊക്കെ ചെയ്തേക്കുന്നത് നല്ലൊരു രസമുണ്ട്. ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്, ഡീസൻ്റായിട്ട് ബേസിക് ആയിട്ടുള്ളത്. പക്ഷേ അതിലൊന്നും വലിയ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ റൂമിനകത്തൊക്കെ നല്ല
കബോർഡും കാര്യങ്ങളും ഒക്കെ നല്ല സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓണർ, പുള്ളിയുടെ മകളാണ് പുള്ളിക്കാരത്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്തിലും ഉണ്ട്, അതിപ്പോൾ ഞാൻ വിട്ടുപോയി എന്തിലായിരുന്നു എന്ന് പറഞ്ഞത്, സോറി. പിന്നെ ഈ മിറർ, ഇത് ആ റൂമിലും ഉണ്ടായിരുന്ന ഈ റൂമിൽ എനിക്ക് ഈ മിറർ ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്യണം. പിന്നെ ഇതാണ് അവരുടെ ഒരു ലിവിങ് റൂം, തിരക്കില്ലാത്ത നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ കൗണ്ടർ, ഡൈനിങ് ടേബിള്, അകത്ത് ലിവിങ് സ്പേസ്, പിന്നെ ചെറിയ ബാൽക്കണി ഉണ്ട് അവിടെ. ആ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് കാണാൻ. മാത്രമല്ല ഈ സൈഡിൽ ഫ്ലാറ്റൊക്കെ എല്ലാം നല്ല കാറ്റുള്ള സ്ഥലമാണ്. അത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ആ ബാക്ക് സൈഡ് വരുമ്പോഴത്തേക്ക് കടലിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ നല്ല കാറ്റുണ്ട്. കബോർഡ്, സ്റ്റോറേജ്, അത് വാനിലിംഗ് ഒക്കെ നല്ല രസമുണ്ട്. അവിടെ സ്റ്റോറേജും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് നല്ല രസമുണ്ടല്ലേ, ഒരു ബാക്ക് ലൈറ്റ് കൊടുത്തിട്ട് ചെയ്തേക്കുന്നത് നല്ല ഓമിൻ്റെ കൊടുത്ത് നല്ല രസമുണ്ട്. കൊള്ളാമല്ലേ ഈ ഫ്ലാറ്റ്? തീരെ ചെറുതാണ്, പക്ഷേ ഈ പറയുന്ന നമുക്ക് റെന്റിനൊക്കെ ആരെങ്കിലുമൊക്കെ താമസിക്കാൻ വരുന്നെങ്കിൽ പറ്റിയ ലൊക്കേഷൻ കൊള്ളാം, അപ്പാർട്ട്മെന്റ് കൊള്ളാം. ഇതെവിടെയാണ്? പാങ്ങപ്പാറ, തിരുവനന്തപുരത്ത് പാങ്ങപ്പാറ, കാര്യവട്ടത്തിനടുത്ത്. ഏതായാലും വരുന്ന വഴിക്ക് നമ്മൾ ഒരു വീടും കൂടെ കണ്ടു, അതിൻ്റെ ഒരു കിച്ചൺ ആണിത്. അതിലൊരുപാട് വീഡിയോസ് ഞങ്ങൾ എടുത്തില്ല. പിന്നെ അന്നത്തെ ദിവസം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ നമ്മൾ വെളിയിൽ പോയി കയറി, അമ്മയും കൂടെ ഉള്ളതുകൊണ്ട്. ഇതിനിടയ്ക്ക് 1-2 സ്ഥലത്തും കൂടെ നമ്മൾ പോയി കേട്ടോ. അതിനുശേഷം തിരികെ വന്നാണ് മോളെ അമ്മയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം മദേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ മദേഴ്സ് വെജ് പ്ലാസയിലേക്കാണ് പോയത്. എൻ്റെ മദറും സിയാനയുടെ മദറും കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ മദേഴ്സ് വെജ് പ്ലാസയിലേക്ക് പോയി. അങ്ങനെ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ദിവസം. വളരെ പെട്ടെന്ന് അങ്ങ് തീർന്ന ഒരു ദിവസം അല്ലേ?